അതുപോലെ സാധാരണ 125-നേക്കാളും വളരെ അഗ്രസീവ് ഡിസൈനാണ് ഹോണ്ട SP125 ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോണ്ട SP125 BS6 കംപ്ലീറ്റ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്കിന്ന് വണ്ടി വന്നിരിക്കുന്നത് പുരക്കൽ ഹോണ്ട ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ അവരോട് നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അതുപോലെ തന്നെ അടുത്ത നന്ദി പറയാൻ നിങ്ങളോടാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓപ്പൺ ആക്കുക. എങ്കിൽ ഞങ്ങളുടെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് എത്തുകയായിരിക്കും. അത് ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷനാണ് അടുത്ത വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട, നമുക്ക് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂ ഇന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഗോ ടു വീഡിയോ. ഹോണ്ട ആക്ടിവ 125 ശേഷമാണ് ഹോണ്ട SP125 ഇറക്കുന്നത്. അപ്പോൾ ഈ വണ്ടി രണ്ട് വേരിയൻ്റ് ആണ് ഉള്ളത്. ഒന്ന് SP125 ഡ്രമ്മും പിന്നെ SP125 ഡിസ്കും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ വണ്ടി SP125 ഡിസ്ക്കാണ്. ഇനി ഇത് ഗിയർ പാറ്റേൺ പറയുകയാണെങ്കിൽ വണ്ടിക്ക് യൂണിവേഴ്സൽ ഗിയർ പാറ്റേൺ ആണ് വരുന്നത്. അതുപോലെ 5 ഗിയർ വണ്ടിക്കുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വണ്ടി സൈലൻറ്റ് സ്റ്റാർട്ടറാണ്. ഇനി ഈ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റലാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് നോക്കാം. ഇതാണ് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച്. അതുപോലെ വണ്ടിയുടെ ഹോണ്, വണ്ടിയുടെ പാസ് ലൈറ്റ്. ഈ പാസ് ലൈറ്റ് തന്നെയാണ് വണ്ടിയുടെ ഡിമ്മും ബ്രൈറ്റും വന്നിരിക്കുന്നത്. അത് കൊള്ളാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, വണ്ടിയുടെ എൻജിൻ കിൽ സ്വിച്ച്. ഇതിൽ തന്നെയാണ് വണ്ടിയുടെ സെൽഫ് സ്റ്റാർട്ടും വന്നിരിക്കുന്നത്. ഇനി അടുത്തായി നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോൾ നോക്കാം. നല്ല അടിപൊളി ഒരു മീറ്റർ കൺസോളാണ് ഈ വണ്ടിക്ക് ഹോണ്ട നൽകിയിരിക്കുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ പിന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ ട്രാവൽ ഡിസ്റ്റൻസ് കാണാൻ സാധിക്കും. പിന്നെ 2 ബട്ടൺ ഉണ്ട് സൈഡിൽ. പിന്നെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസിയും കാണിക്കുന്നുണ്ട്. ഒരു സിസ്റ്റം ഇതിലുണ്ട്. പിന്നെ വണ്ടിയുടെ എക്കോ മോഡ് കാണിക്കുന്നുണ്ട്. എന്തായാലും വളരെ മികച്ചൊരു മീറ്റർ കൺസോളാണ് ഈ വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റർ കൺസോളിൻ്റെ ബ്ലാക്ക് ലൈറ്റ് വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് നല്ല വിഷ്വലാണ്. അതുപോലെ വെയിലുള്ള സമയമാണെങ്കിലും നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ മികവോടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹോണ്ടക്കാർ നൽകിയ ഏറ്റവും മികച്ച ഒരു സവിശേഷതയാണ് ഈ വണ്ടിയുടെ മീറ്റർ കൺസോൾ. കാര്യം ഒരു 125 സെഗ്മെൻറ്റ് വണ്ടികളിൽ ഇതുവരെ കാണാത്ത ഏറ്റവും മികച്ച കൺസോളാണ് ഈ SP125 ഹോണ്ട നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഗിയർ പാറ്റേൺ നോക്കാം. യൂണിവേഴ്സൽ ഗിയർ പാറ്റേൺ ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇനി എനിക്ക് അടുത്തായി പറയാനുള്ള വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇത് കണ്ടോ, ഹോണ്ടയുടെ ഒക്കെ ഒരു ലോഗോ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ല കുഷ്യൻ്റാണ് സീറ്റ്. ഇനിയിപ്പോൾ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 790 mm, വണ്ടിയുടെ സീറ്റ് ലെന്ത് 705 mm ആണ് വന്നിരിക്കുന്നത്. അപ്പം എടുത്തു പറയുന്നത്, ഒരു 125 സെഗ്മെൻറ്റ് വണ്ടികളിൽ ഏറ്റവും മികച്ച ലുക്കും പെർഫോമൻസും നൽകുന്ന ഒരു മികച്ച വണ്ടി തന്നെയാണ് ഹോണ്ട SP125. അടുത്തതായി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ടയർ സൈസ് നോക്കാം. 80 ആണ് വണ്ടിയുടെ ഫ്രണ്ട് ടയർ സൈസ്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഡിസ്ക്കും ഡ്രമ്മും ഉണ്ട്. ഈ വണ്ടി ഡിസ്ക്കാണ്. അതുപോലെ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ടെലിസ്കോപ്പി സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ റിയർ ടയർ സൈസ് എന്ന് പറയുന്നത് 80 ആണ്. അതുപോലെ റിയർ ബ്രേക്ക് ടൈപ്പ് ഡ്രമ്മാണ്. പിന്നെ വണ്ടിയുടെ റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക് ടൈപ്പാണ്. അടുത്തായി നമ്മൾ വണ്ടിയുടെ ബാക്ക് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായൊരു ഗ്രാബ് റെയിലുണ്ട്. അതുപോലെ തന്നെ ഈ LED ലൈറ്റ് ഉണ്ടോ, ഭയങ്കര സൂപ്പറാണ്. ഈ ടെയിൽ ലൈറ്റ് ഭയങ്കര ഭംഗിയേറിയ ലൈറ്റാണ്. അതുപോലെ ഈ ഇൻഡിക്കേറ്റേഴ്സും വളരെ മികവേറിയ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റാണ്. ഹലോജൻ ബൾബ്സ് ആണ്. പൊതുവേ നല്ലൊരു ലുക്കാണ്. അടുത്തായി നമ്മൾ വണ്ടിയുടെ മുൻഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഈ LED ലൈറ്റ് തന്നെ വണ്ടിക്ക് വളരെ മികവേറിയ ലൈറ്റാണ്. ഇത് നൈറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയൊരു ലൈറ്റാണ്. നല്ല വിഷ്വൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടോ, ഈ 2 ഇൻഡിക്കേറ്റേഴ്സും ഹലോജൻസ് ആണ്. പിന്നെ എന്താ പറയുക, വണ്ടി നല്ലൊരു ലുക്കാണ്. നമുക്ക് വണ്ടിയുടെ ലൈറ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ലൈറ്റ് ഞാൻ പറഞ്ഞില്ല, നൈറ്റൊക്കെ നല്ല വിഷ്വലാണ്. LED ലൈറ്റ്സ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. വളരെ ഭംഗിയുള്ളൊരു ടെയിൽ ലൈറ്റാണ് വണ്ടിക്കുള്ളത്. ഈ 2 ഇൻഡിക്കേറ്റേഴ്സും വളരെ മികവേറിയതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം.
അതുപോലെ സാധാരണ 125-നേക്കാളും വളരെ അഗ്രസീവ് ഡിസൈനാണ് ഹോണ്ട SP125 വളരെ മികച്ച നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ വണ്ടിക്കുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഡയമെൻഷൻസ് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 2020 mm ആണ്. അതുപോലെ വണ്ടിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 785 mm. വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1103 mm ആണ്. വണ്ടിയുടെ വീൽ ബേസ് 1285 mm. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ്. വണ്ടിയുടെ കെർബ് വെയിറ്റ് 118 kg ആണ്. വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 ലിറ്റർ ആണ്. വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ എഞ്ചിൻ ടൈപ്പ് 4-stroke SI എഞ്ചിൻ. വണ്ടിയുടെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് 124 cc ആണ്. വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 10.8 PS അറ്റ് 7500 RPM ആണ്. വണ്ടിയുടെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 10.9 Nm അറ്റ് 6000 RPM ആണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇത് വിഷ്ണു ചേട്ടൻ, നമ്മുടെ പുരക്കൽ ഹോണ്ടയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം വണ്ടിയെക്കുറിച്ച്. ചേട്ടാ, പുതിയ വണ്ടിക്ക് വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊന്നും പറയാം. നമുക്കിപ്പോൾ അത് SP125 ആണ്. നമുക്കിപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് BS6 മോഡലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ BS6 എന്ന് പറഞ്ഞാൽ പഴയ വണ്ടികളെല്ലാം കാർബറേറ്റർ സിസ്റ്റം ആയിരുന്നു, അത് മാറി ഫ്യൂൽ ഇഞ്ചക്ഷനായി. അപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനുമാണ്, പിന്നെ സൈലൻറ്റ് എഞ്ചിനാണ് വരുന്നത്. പഴയ വണ്ടീനേക്കാളും നമുക്കിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈലൻറ്റിൻ്റെ സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവെന്നാൽ പരമാവധി സൗണ്ട് ഇല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു 2 ടൈപ്പ് വേരിയൻറ്റിലാണ് വരുന്നത്. ഡ്രം അലോയും വരുന്നുണ്ട്, ഡിസ്ക് വരുന്നതുകൊണ്ട്. പിന്നെ മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈലേജ് ഇപ്പോൾ ഒരു 83 സംതിങ് ആണ് കമ്പനി പറയുന്നത്. നമുക്ക് എങ്ങനെയായാലും ഒരു 70 സംതിങ് എന്തായാലും കിട്ടും. കാരണം എന്താ വെച്ചാൽ കുറഞ്ഞൊരു എമൗണ്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് എന്താ പറയുക, ഡെയിലി യൂസിനൊക്കെ നല്ല പറ്റിയൊരു വണ്ടിയാണ്. സിറ്റി റൈഡ് പറ്റിയ വണ്ടിയാണ്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ലുക്കിന് എന്തെങ്കിലും മാറ്റങ്ങളോ വല്ലോ? ലുക്കിന് വലിയ കാര്യമായിട്ടൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പഴയതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലുക്കാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ 4 ടൈപ്പ് കളേഴ്സാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഗ്രേ വരുന്നുണ്ട്, പിന്നെ ഗ്രീൻ വരുന്നുണ്ട്, ബ്ലൂ, റെഡ് വരുന്നതുകൊണ്ട് 4 കളറും വരുന്നുണ്ട്. വേറെ മറ്റു മാറ്റങ്ങളൊന്നും വണ്ടിക്ക് അങ്ങനെ വരുന്നില്ല. ഇല്ല, വേറെ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് അവിടെ നിന്ന് എടുത്തു. നമുക്കിനി റൈഡ് ചെയ്ത് സംസാരിക്കാം. അപ്പം ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ആ വണ്ടിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞത്. കാര്യം വണ്ടിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങളും, അതായത് ഈ വണ്ടി എന്ത് പർപ്പസിൻ്റെ അടിസ്ഥാനമാണെന്ന് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയേണ്ടത്, ഞാൻ വിട്ടുപോയ കാര്യമുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പ് നമ്മുടെ ഹോണ്ട ഹോർണറ്റിൻ്റെ അതേ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പാണ്. ഞാനത് പറയാൻ വിട്ടുപോയിരുന്നു, സോറി. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഹാൻഡിൽ ബാർ ഉണ്ടല്ലേ, ഇതൊരു സാധാരണ ഹാൻഡിൽ ബാറാണ്. പിന്നെ വണ്ടിയുടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വണ്ടിയുടെ സ്റ്റാർട്ടിങ്, അതായത് വണ്ടി സൈലൻറ്റ് സ്റ്റാർട്ടാണ്. പിന്നെ ഈ വണ്ടിയിൽ എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയാണ്, ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും. ഇപ്പം ഈ പ്ലാസ്റ്റിക് ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഈ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടിൽ യാതൊരുവിധ നോയ്സുമില്ല. അതുകൊണ്ട് വളരെ സ്മൂത്തും ലീനിയറുമായ പെർഫോമൻസാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്നും കിട്ടുന്നത്. നമ്മൾ സിറ്റിയിലായാലും ഹൈവേയിലായാലും ഓവർടേക്കിങ്ങിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞു CBS ആണ്. പിന്നെ ഈ വണ്ടിക്ക് 5 ഗിയർ ആണുള്ളത്. വളരെ സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റിങ്. ഇനി ഈ വണ്ടിയിൽ വരുന്ന 2 പോരായ്മകൾ എനിക്ക് തോന്നിയതാണ്. അതിലൊന്ന് ഈ വണ്ടിയുടെ ടയറിൻ്റെ വലിപ്പമാണ്. ടയർ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി കോർണറിങ്ങിനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിൽ കുറച്ച് കോംപ്രമൈസ് ഉണ്ട്. അതാണ് എനിക്ക് ഈ വണ്ടിയിൽ വന്നൊരു 2 പോരായ്മ. ഇനി ഈ വണ്ടിക്ക് വരുന്ന മൈലേജ് ഞാൻ പറയാം. 70 kmph കമ്പനി ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്ന മൈലേജ്. അതുപോലെ ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഈ വണ്ടി തന്നിരിക്കുന്നത് കോട്ടയം പുരക്കൽ ഹോണ്ട ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളിപ്പോൾ കോട്ടയത്തുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അറിയേണ്ട ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് അറിയാനുള്ള എല്ലാവിധ ഡീറ്റെയിലും അറിയാനുള്ള കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഓരോരുത്തരുടെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിയ ഒരുപാട് സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ അടുത്ത ഏത് വണ്ടിയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് അതും ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ധൈര്യമായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൻ്റെ ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.